ശ്രീനാരായണ ഗുരുവിന്റെ ഭൗതിക ശേഷിപ്പായ പല്ലുകൾ കാണാൻ അവസരമൊരുക്കി മുംബൈയിലെ ശ്രീനാരായണ മന്ദിര സമിതി. നവി മുംബൈയിലെ ഗുരുദേവഗിരിയിലാണ് പല്ല് സൂക്ഷിച്ചിരിക്കുന്നത്. വർഷത്തിലൊരിക്കലാണ് ദിവ്യദന്തം കാണാൻ പൊതുജനങ്ങൾക്ക് അവസരമൊരുക്കുന്നത്. എന്നാൽ അഭൂതപൂർവമായ തിരക്ക് കണക്കിലെടുത്ത മറ്റ് വിശേഷ ദിവസങ്ങൾ കൂടി പരിഗണിക്കാനുള്ള ആലോചനയിലാണ് മന്ദിര സമിതി. മുംബൈയിൽ ശ്രീനാരായണ മന്ദിര സമിതിയുടെ ഗുരുദേവഗിരിയിലാണ് ഗുരുവിന്റെ ഭൗതിക തിരുശേഷിപ്പായ പല്ലുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. എല്ലാ വർഷവും ഫെബ്രുവരിയിൽ നടക്കുന്ന തീർത്ഥാടന മഹോത്സവത്തോടനുബന്ധിച്ചാണ് ദിവ്യദന്തം കാണാൻ പൊതുജനങ്ങൾക്ക് അവസരമൊരുക്കുന്നത്. ഈ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആദ്യകാലങ്ങളിൽ ഒക്കെ എന്ന് പറഞ്ഞാൽ 3-4 ആയിരം ജനങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു 10,000 കണക്കിനല്ല, 10,000-ന് മുകളിൽ ആൾക്കാർ ഇവിടെ ദർശനത്തിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുക. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ തിരക്ക് കണക്കിലെടുത്ത് ദർശനത്തിന് മറ്റു വിശേഷ ദിവസങ്ങൾ കൂടി പരിഗണിക്കാനുള്ള ആലോചനയിലാണ് മന്ദിര സമിതി. എല്ലാ വർഷവും അത് തീർത്ഥാടന സമയത്ത് തന്നെ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിൽ മാനേജിംഗ് കമ്മിറ്റിയൊക്കെ കൂടി തീരുമാനിച്ചിട്ട് ഇത് 1-2 ദിവസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെയും ചെയ്യേണ്ടി വരും. പിന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന ഈ ഫംഗ്ഷനുകളിലൊക്കെ, ചതയ ദിനാഘോഷം അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്കിത് ചെയ്യേണ്ടി വരുന്നതായിട്ടാണ് വരാൻ പോകുന്നത്. ശ്രീനാരായണ ഗുരു സമാധിയാവുന്നതിന് ഏതാനും നാൾ മുമ്പ് പറിച്ച പല്ലുകളാണ് ദന്ത ഡോക്ടറായ ജിയോ പാൽ സൂക്ഷിച്ചു വെച്ചിരുന്നതെന്നാണ് സമിതി പ്രസിഡന്റ് MI ദാമോദരൻ പറയുന്നത്. പിന്നീട് ഡോക്ടറുടെ അന്ത്യാഭിലാഷമായിരുന്നു പല്ലുകൾ പൊതുജനങ്ങൾക്ക് കാണാനാവും വിധം ആദരവോടെ സൂക്ഷിക്കണമെന്നത്. ഇത് പൊതുജനങ്ങൾക്ക് ദർശനത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന സ്ഥലം എവിടെയാണോ അവിടെ ഇത് നമുക്ക് സൂക്ഷിക്കണം. അങ്ങനെയാണ് ഒരു നിയോഗമായി ദന്തങ്ങൾ മുംബൈയിലെ ശ്രീനാരായണ മന്ദിര സമിതിയുടെ കൈവശമെത്തുന്നത്. 2004-ലാണ് ശ്രീനാരായണ ഗുരു രാജ്യാന്തര പഠന കേന്ദ്രമായ ഗുരുദേവഗിരി കോംപ്ലക്സിൽ നടന്ന ചടങ്ങിൽ ആലമുട്ട് തറവാട്ടിലെ അംഗമായ ശിവദാസൻ മേനോൻ ദിവ്യദന്തം മന്ദിര സമിതിയുടെ സ്ഥാപക ചെയർമാനായ ഡോക്ടർ KK ദാമോദരന് കൈമാറിയത്. ഫെബ്രുവരി 2, 3, 4 തീയതികളിൽ നടക്കാനിരിക്കുന്ന തീർത്ഥാടനത്തിന്റെ തയ്യാറെടുപ്പിലാണ് മന്ദിര സമിതി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 10,000-ങ്ങളാണ് ഗുരുദേവന്റെ ദിവ്യദന്തം ദർശിക്കുവാനായി നവി മുംബൈയിലെ ഗുരുദേവഗിരിയിൽ എത്തുന്നത്. ക്യാമറാമാൻ മനോജ് കാക്കാശ്ശേരിയോടൊപ്പം പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.